കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ ഉടൻ മാറ്റും. രാഹുൽ ഗാന്ധി വിളിപ്പിച്ച പ്രകാരം സുധാകരൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരവും പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവ് സ്ഥാനവും നൽകാമെന്നാണ് സുധാകരനുള്ള വാഗ്ദാനം. ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, സുധാകരന് എന്ത് പദവിയാണ് എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ ചർച്ച. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സേതുലക്ഷ്മി, സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കും? സുധാകരൻ ഒരു പരിക്കില്ലാതെ, സുധാകരൻ്റെ പ്രതിഷേധമില്ലാതെ എങ്ങനെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റാം എന്നാണ് കഴിഞ്ഞ 6 മാസമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സുധാകരനെ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. സുധാകരൻ ആദ്യം രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിക്കും. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെ കെ.സി.സി അധ്യക്ഷൻ ഖാർഗെയുമായിട്ട് സംസാരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തി ിട്ടുണ്ട്. സുധാകരൻ CWC കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധിയുമായിട്ട് കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സേതുലക്ഷ്മി, സുധാകരനെ മാറ്റുമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു. അതിൽ സുധാകരൻ്റെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി ആ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. സുധാകരന് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവ്, അതേപോലെ തന്നെ MP സ്ഥാനം, കണ്ണൂരിൽ നിന്നുള്ള MP സ്ഥാനം രാജിവെക്കാനുള്ള അനുവാദം, അത് കഴിഞ്ഞ് MLA സ്ഥാനമായിട്ട് മത്സരിക്കാനുള്ള കണ്ണൂർ സീറ്റ്, ഇത്തരമെല്ലാം വാഗ്ദാനങ്ങൾ സുധാകരന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. സുധാകരനാവട്ടെ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാണ്. തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണണം എന്നുള്ളൊരു നിർബന്ധ വാശിയാണ് ഇപ്പോൾ അദ്ദേഹം ചർച്ചയിൽ പ്രകടിപ്പിക്കുന്നത് എന്നാണ് നമുക്കറിയുന്നത്. അദ്ദേഹത്തെ ഏതായാലും KC വേണുഗോപാലടക്കമുള്ള നേതാക്കൾ അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് PD സതീശനെ ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം ഈ ചർച്ചകൾ പങ്കാളിയാവാൻ താല്പര്യമില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് ഉടനെ വരില്ല ഈ ചർച്ചയായി ബന്ധപ്പെട്ട് എന്നതാണ് സേതുലക്ഷ്മി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.